യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ കടുത്ത വിയോജിപ്പുമായി അബിൻ വർക്കി. ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയിട്ടും അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാത്തതാണ് വിയോജിപ്പിന് കാരണം. അബിനെ അനുനയിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇടപെട്ടേക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി OJ ജനീഷ് കുമാറിനെ നിയമിച്ചതാണ് അമർഷത്തിന് വഴിയൊരുക്കിയത്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ അവഗണിച്ചതിൽ അതൃപ്തി പുകയുന്നുണ്ട്. ദേശീയ സെക്രട്ടറി പദവി നൽകി അബിൻ വർക്കിയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് പാളിയത്. ദേശീയ സെക്രട്ടറി പദവി ഏറ്റെടുക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അബിൻ വർക്കി. ദേശീയ സെക്രട്ടറി എന്നുള്ള ഒരു പദവി ഞാൻ മുന്നേ NSUവിൽ വഹിച്ചിട്ടുള്ള ഒരു റോളാണ്. ഇനി വരാൻ പോകുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും നമ്മുടെ പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോൾ എനിക്ക് കേരളത്തിൽ ആ ഒരു സമയം നഷ്ടമാവുന്നത് അതൊരു നഷ്ടമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പാർട്ടി നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുകയാണ്, എന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണം. ഞാനൊരു അഭ്യർത്ഥനയാണ്, എൻ്റെ പാർട്ടി നേതൃത്വത്തോട് ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നതാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള നീക്കത്തിന് വഴങ്ങേണ്ടതില്ലെന്നാണ് അബിൻ വർക്കിയുടെ തീരുമാനം. അതൃപ്തനായ അബിൻ വർക്കിയെ അനുനയിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇടപെട്ടേക്കും. This is our internal. We can sort out these things very easily. We are flexible for it. അബിൻ വർക്കിയെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം ഐ ഗ്രൂപ്പ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചേക്കും. സംഘടനാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചെന്നാണ് പരാതി. സമുദായ സമവാക്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചാണ് തീരുമാനമെന്ന് നേതൃത്വവും വിശദീകരിക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.